എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അതുപോലെ എങ്ങനെയൊക്കെ എക്സാം അറ്റൻഡ് ചെയ്താലാണ്, അതുപോലെ എങ്ങനെയൊക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് പാസ്സാവുക എന്നുള്ളത്, അല്ലെങ്കിൽ വിജയം ഉറപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതൊക്കെ കൂടുതൽ അതിന്റെ ഒരു ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു സൈലക്സി അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കോച്ചിങ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 20-25 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു കോച്ചിങ് ക്ലാസ്. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ എക്സാമിനെന്ന് പറയുമ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാമിന് കാര്യമായിട്ട് ഇപ്പോൾ ഹുദവി കോഴ്സിനുള്ള എൻട്രൻസ് എക്സാം ആണ് എന്നുണ്ടെങ്കിൽ മദ്രസ 5ാം ക്ലാസ് മദ്രസയിലെ സബ്ജക്റ്റുകൾ നല്ല ഡീപ്പായിട്ട് തന്നെ അതൊന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ സഹറവിയ കോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ് സ്റ്റാൻഡേർഡിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മദ്രസ സബ്ജക്ട് ഇപ്പോൾ ഹുദവി കോഴ്സിനാണെങ്കിൽ 5ാം ക്ലാസ്സിലെ മദ്രസ വിഷയങ്ങൾ അതിന്റെ എല്ലാ തലങ്ങളും നോക്കുകയും, അതുപോലെ തന്നെ സഹറവിയ കോഴ്സിനാണെങ്കിൽ 7ാം ക്ലാസ് വിഷയങ്ങൾ നല്ല ഡീപ്പായിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യും. അതുപോലെ സ്കൂൾ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാത്സ്, സയൻസ്, സോഷ്യൽ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള സ്കൂൾ വിഷയങ്ങളും ഇതുപോലെ തന്നെ നല്ല ഡീപ്പായിട്ട് ഇപ്പോൾ 7ാം ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് അറിയേണ്ടതായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ, അതുപോലെ 5ാം ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് എത്രത്തോളം കാര്യങ്ങൾ ബേസിക് ആയിട്ടൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ലാംഗ്വേജസ് ആണ് എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ്, അറബി തുടങ്ങിയിട്ടുള്ള ഭാഷകളായിരിക്കും. ഇപ്പോൾ മലയാളം പിന്നെ നമുക്കറിയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ്, അറബിയിലൊക്കെ ഉള്ള നഹ്വ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമർ സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ലാംഗ്വേജിന്റെ കാര്യത്തിലും നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സ്കില്ലാണ് റൈറ്റിംഗ്, റീഡിംഗ് സ്കില്ല് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ റൈറ്റിംഗിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഡീപ്പായിട്ട് ഒരുപാട് എഴുതാനൊന്നും ഉണ്ടാകൂല. അപ്പോൾ ചെറിയ രീതിക്കൊക്കെ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ എഴുതാം, അതിനൊക്കെ നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയതായിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ അതുപോലെ തന്നെ റീഡിങ്ങിൽ ഇപ്പോൾ ഇംഗ്ലീഷ്, അറബി, മലയാളം ഈ 3 ലാംഗ്വേജസിലും എങ്ങനെയൊക്കെ റീഡ് ചെയ്യാം, അതുപോലെ തന്നെ റീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല ഇൻഷാ അല്ലാഹ് ഒരു പ്രാക്ടീസ് ക്ലാസ്സും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് കുട്ടികളുടെ ഭാഗത്തുനിന്ന് കുട്ടികളെ നമുക്ക് വായിച്ച് കേൾപ്പിക്കുകയും, അപ്പോൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കുക തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഖുർആൻ തജ്വീദ്, അതായത് ഖുർആൻ നമുക്കറിയാം, ഖുർആൻ ഇപ്പൊ തജ്വീദ് നിയമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് കുട്ടികൾ പൊതുവെ ഇങ്ങനെ പഠിച്ചു പോകുന്നതാവും, പക്ഷേങ്കിൽ പ്രാക്ടീസിൽ ഉണ്ടാവില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ ഇതുപോലെ ഈ ഒരു തജ്വീദ് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് കൂടെ തന്നെ കുട്ടികൾക്ക് നമ്മൾക്ക് ഓതി കേൾപ്പിച്ചു തരാനുള്ള ഒരു അവസരം ഉണ്ടാക്കും. അതായത് പേഴ്സണൽ ആയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികൾക്ക് നമ്മൾക്ക് ഓതി കേൾപ്പിച്ചു തരും. അപ്പൊ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയുണ്ട് എന്നുള്ളത് തിരുത്തി കൊടുക്കുകയും കുട്ടികൾക്ക് ഡെയിലി അതിനുള്ള ഒരു എൻകറേജ്മെന്റ് നമ്മൾ കൊടുക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ബേസിക് ആയിട്ട് കുട്ടിയൊക്കെ അറിഞ്ഞിരിക്കേണ്ട, ഇപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ തുടങ്ങിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരുപാട് ദിക്റുകൾ, പിന്നെ അതുപോലെ ദുആ കാര്യങ്ങൾ, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ദിക്റ്, ദുആ കാര്യങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ അതിന്റെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അയക്കുമ്പോൾ കുട്ടികൾക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സിമ്പിൾ ആവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഹുദവി കോഴ്സിനുള്ളവരാണെങ്കിൽ ഒരു 5ാം ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഇപ്പൊ നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മളെ ലോകത്തിൽ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. പിന്നെ അതുപോലെ തന്നെ ജനറലി കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ടുന്ന GK സംഭവങ്ങൾ, അതായത് ജനറൽ നോളജ് ഐറ്റംസ്. അപ്പോൾ ജനറൽ നോളജ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ്, ഇപ്പോൾ ഓരോ സ്പെഷ്യൽ ഒക്കേഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡേ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ മന്ത്രിമാർ, അങ്ങനത്തെ ഓരോരോ ജനറൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയകൾ ഇതൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 20 എന്തായാലും മിനിമം ഒരു 20 ക്ലാസ് എന്തായാലും ഉണ്ടാവും. പിന്നെ മാക്സിമം പോവാണെന്നെങ്കിൽ ഒരു 25 ക്ലാസ്സുകൾ, ഒരു 22, 23, 24 ഉള്ളിലൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യും, ഈ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മളുടെ ഒരു സിലബസ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയാസും ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു 25 ക്ലാസ്സിന്റെ ഉള്ളിൽ കവർ ചെയ്യും. പിന്നെ ഇൻഷാ അല്ലാഹ് ഈ ഒരു ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഇന്റർവ്യൂ എന്നൊന്നും പറയുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഏജിലുള്ള കുട്ടികൾ ഇതുവരെ ഫേസ് ചെയ്യാത്തൊരു സംഭവമായിരിക്കും. അപ്പോൾ ഒരു ഇന്റർവ്യൂ നമ്മൾ
നമ്മൾക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യാം, എങ്ങനെ നല്ല കോൺഫിഡന്റ് ആയിട്ട് കുട്ടികൾക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ആകുമ്പോൾ ആ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യണം, പിന്നെ ഏതൊക്കെ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ ടൈം ഷെഡ്യൂൾ, അതായത് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ചോദ്യം നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാം, അതുപോലെ എത്ര ടൈം എടുത്തിട്ടാണ് ഓരോ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻഷാല്ല നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ഇങ്ങനെ അങ്ങനെ ഇതായിരിക്കൊന്നും വേണ്ട, കുറച്ചൊരു ചെറിയ രീതിയിലുള്ള മോട്ടിവേഷൻ, അതായത് കുട്ടികൾ എന്തായാലും ഇത് ആലോചിച്ച് അങ്ങനെ ബേജാറാവാൻ മാത്രമൊന്നുമില്ല. എന്തായാലും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഈ ഒരു ഷെഡ്യൂളിൽ നമ്മൾ പറഞ്ഞ ഈ ഒരു സിലബസിൽ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള എക്സാം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിക്ക് ചെറിയൊരു രീതിയിലുള്ള മോട്ടിവേഷൻ നൽകുക. ഓക്കെയാണ്, അങ്ങനെയൊക്കെ നമ്മളൊരു ലാസ്റ്റ് ക്ലാസ് അങ്ങനെയൊക്കെ നൽകിയിട്ട് നമ്മളുടെ ഈ ഒരു 20-25 ദിവസത്തെ ഈ ഒരു ക്ലാസ് അങ്ങനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ക്ലാസ് ഇൻഷാല്ല ഗൂഗിൾ മീറ്റ് വഴിയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ ക്ലാസ് നമ്മളിപ്പോൾ ടൈം ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു കുറഞ്ഞ ദിവസങ്ങൾ, അതായത് റമദാന് മുന്നേ ഉള്ള ദിവസങ്ങൾ ഇൻഷാല്ല നമ്മൾ വിചാരിക്കുന്നത് ഒരു വൈകുന്നേരം ഒരു ഇന്ത്യൻ ടൈം ഒരു 5:30 to 6:30 മാക്സിമം ഒരു അവറേ നീണ്ടു നിൽക്കുള്ളൂ ക്ലാസ്. അപ്പോൾ അതിലിപ്പോൾ 45 മിനിറ്റ് ക്ലാസ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ജസ്റ്റ് നമ്മളോട് സംസാരിക്കാൻ, ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സെഷൻ, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മുന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു സെഷൻ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു മണിക്കൂറിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മൾ ഇൻഷാല്ല ക്ലാസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഗൂഗിൾ മീറ്റ് വഴിയാവും നമ്മൾ ക്ലാസ് ഉണ്ടാവുക. പിന്നെ ഡെയിലി നമ്മൾ ഇൻഷാല്ല കുട്ടികൾക്ക് നമ്മൾ ഡെയിലി അന്നാന്ന് എടുക്കുന്ന ക്ലാസ്സിന്റെ നോട്ട്സ് ഷെയർ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് നോട്ട്സ് വായിക്കുക എന്നുള്ളതിലപ്പുറം കുട്ടികൾക്ക് അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക്ഷീറ്റ്സ് കാര്യങ്ങൾ ഇൻഷാല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷാല്ല ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു 20-25 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ക്ലോസ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ഒരു ദിവസം ഇത്ര ഒരു 20-25 അവേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കൂടാതെ ഇപ്പൊ കുട്ടികളെ ഖിറാഅത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റീഡിങ് അല്ലെങ്കിൽ കുട്ടികൾക്ക് നൽകുന്ന വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് അതിന്റെ മിസ്റ്റേക്സ് തിരുത്താനൊക്കെ വേണ്ടിയിട്ട് ബാക്കി കുറച്ച് സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ടാവും, ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻഷാല്ല നമ്മൾ ഈ ഒരു കോച്ചിങ്ങിന് ഒരു എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ ഒരു ഫീ എന്ന് പറയുന്നത് ആക്ച്വൽ ഫീ 1000 ആണ്, പിന്നെ 1000 ആണ്. പക്ഷേങ്കിൽ നമ്മളിപ്പോ ഈ ഒരു കോഴ്സിന് അതൊരു ഡിസ്കൗണ്ട് ആക്കിയിട്ട് ഇൻഷാല്ല നമ്മൾ 750 രൂപ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല. അപ്പോൾ അതിന് ആർക്കെങ്കിലും ഇപ്പോൾ അതൊരു ഒറ്റ തവണയായിട്ട് അടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടക്കാവുന്നതാണ്. അതായത് 2 തവണകളായിട്ട് നിങ്ങൾക്ക് പിന്നെ പേ ചെയ്യാൻ നമ്മൾ അറിയിച്ചാൽ മതി. പിന്നെ ഇൻഷാല്ല നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു മീറ്റിങ്ങിന് ശേഷം നമ്മൾ ഒരു ഗൂഗിൾ ഫോം ഷെയർ ചെയ്യും, നിങ്ങളായിട്ട് സെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ നിങ്ങൾ കുട്ടിയുടെ ഒരു ബേസിക് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ നമ്മൾ ഫീ അടക്കുന്നതിനോട് കൂടെ തന്നെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കുട്ടികളെ ഈ ഒരു കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും, പെയ്ഡ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇൻഷാല്ല നമ്മൾ എന്ത് ചെയ്യും, 5ാം ക്ലാസ് 7ാം ക്ലാസ് എന്നിങ്ങനെ 2 ഡിവൈഡ് ചെയ്തിട്ട്, അതായത് 7ാം ക്ലാസ്സിന് ഒരു ഗ്രൂപ്പായിട്ടും പിന്നെ അതുപോലെ തന്നെ 5ാം ക്ലാസ്സിന്, അതായത് സെറാവി കോഴ്സിന് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ ഒരു ഗ്രൂപ്പായിട്ടും പിന്നെ അതുപോലെ തന്നെ ഉദവി കോഴ്സിന് അറ്റൻഡ് ചെയ്യുന്നവരെ വേറൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ മാറ്റും. എന്നിട്ട് ഇൻഷാല്ല ഈ വരുന്ന തിങ്കളാഴ്ച, അതായത് ഡേറ്റ് വരെ ഒരു 16ാം തീയതി മുതലാണ് ഇൻഷാല്ല നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇൻഷാല്ല അപ്പോൾ ഈ ഒരു സമയം വരെ, അതായത് റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നമ്മൾ വിചാരിക്കുന്നത് ഈ വൈകുന്നേരം ഒരു 5:30 to 6:30 ഉള്ള സമയത്ത് തന്നെയാണ്. പിന്നെ റമദാനിന് ശേഷം ഇൻഷാല്ല നമ്മളുടെ ഒരു മെജോറിറ്റി എങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്, എല്ലാവർക്കും ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ടൈം എപ്പോഴാണോ ആ ഒരു സമയം നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ല ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലാസ്സിന്റെ ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ക്ലാസ്സിന്റെ കാര്യങ്ങൾ എങ്ങനെ നൽകണം, ഇന്നത്തെ ഏത് സമയത്തൊക്കെ ആണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഓറിയന്റേഷനോട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കുറഞ്ഞ ടൈമിന്റെ ഉള്ളിൽ തീർക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കണം.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി. പേഴ്സണലായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ ഇന്റർവ്യൂ ഗ്രൂപ്പിൽ ചോദിക്കാം. പിന്നെ നമ്മൾ തരുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്താക്കാം, ഫില്ല് ചെയ്താണ് തരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താക്കാം, നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കാം. പിന്നെ പേയ്മെന്റ് ചെയ്തോ എന്നുള്ളതിന് ഞങ്ങൾ പോൾ ഇടുന്നുണ്ട്. അപ്പോൾ പേയ്മെന്റ് ചെയ്തോ എന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ആക്കിയാണ് നമുക്ക് ക്ലാസ് പെട്ടെന്ന് തന്നെ തുടങ്ങാം. ഇപ്പൊ തന്നെ തുടങ്ങിയാൽ നമുക്ക് പെരുന്നാളാകുമ്പോഴേക്ക് അല്ലെങ്കിൽ പെരുന്നാളിന്റെ കുറച്ച് മുമ്പാകുമ്പോഴേക്ക് നമുക്ക് ക്ലാസ് ഒക്കെ കഴിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കല്ലേ? ഓക്കെ, അപ്പം ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമുക്ക് 3 സ്ഥലത്തോടു കൂടി അവസാനിപ്പിക്കാം. പേയ്മെന്റ് ചെയ്യാനുള്ള ആ ഗൂഗിളിന്റെ ഇതുണ്ടല്ലോ, ജിപേ നമ്പർ, അതൊന്നും ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരോട് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്രീൻഷോട്ട് വാങ്ങുക, എന്നിട്ട് പെയ്ഡ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. 3 സ്ഥലത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കാം. സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.